Assalamualaikum. Welcome to Delicious Recipes Hut. Meen illatha നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയുടെ അളവ് കൂടി പോകരുത്, ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതൊരു 2-3 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഇനി ചെറിയ ഉള്ളി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സവാളയും ചേർക്കാം. ഒരു പകുതി സവാള ചേർത്താൽ മതിയാവും. സവാള ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് ഈ ഒരു അളവിൽ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവും കൂടെ നോക്കിയിട്ട് വേണം അപ്പം മുളക് പൊടി ഇടാനായിട്ട്. അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറണം, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായി വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 1 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് ഒരുപാട് സമയം ഇട്ടിട്ട് നമ്മൾ വറക്കുകയോ അല്ലെങ്കിൽ കളർ മാറാൻ അങ്ങനെയൊന്നും നോക്കി നിൽക്കണ്ട. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തേങ്ങ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പം മീനില്ലാത്തതാണെങ്കിൽ നമ്മൾ മീൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൺചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ചിടണമെന്നുള്ളവർക്ക് ചതച്ചിടാം. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3-4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അതൊരു 4-5 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ, കുറച്ച് വലിയ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് വഴണ്ടോട്ടെ. അപ്പോൾ അതുപോലെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതൊരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. വളരെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പം വലുതാണെങ്കിൽ അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെ ആണെങ്കിൽ പകുതി മതിയാവും. അത്രയും ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ച അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി
വഴറ്റി എടുത്തിട്ടാണ് അരച്ചത്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ കറിയിലേക്ക് എത്ര അരപ്പാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം നമ്മുടെ കുടംപുളിയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാണിക്കാം. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഇടാനുള്ള കഷ്ണം ഒന്ന് റെഡിയാക്കാം. അപ്പം മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച ഏത്തക്കായാണ്. അതൊരു 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് വഴുതനങ്ങയും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പം ഏതായാലും നമ്മുടെ ഈ ഏത്തക്ക ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇതിവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത്തക്ക ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ വാഴക്കയുടെ കഷ്ണത്തിലൂടെയൊക്കെ മസാല പിടിക്കണം, അതുപോലെ തന്നെ വേവണം. അപ്പോൾ ആ ഒരു സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ മീൻ കഴിക്കാത്തവർക്ക്, അതുപോലെ മീൻ കിട്ടാതിരിക്കുന്ന സമയങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ മാത്രമല്ല നമുക്കിതിൻ്റെ പുളി നന്നായിട്ട് ഇറങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാരണം ഇരിക്കുന്തോറും വീണ്ടും പുളി ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.